ഫ്രണ്ട്സ്, നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കൈകളിൽ ധാരാളം ഷോപ്പിംഗ് ബാഗുകൾ, അത് പല വെറൈറ്റിയിലെ, പല മോഡലിലെ, പല കളേഴ്സിലുള്ള ബാഗുകൾ നമ്മുടെ കൈകളിൽ എത്താറുണ്ട്. ആ ബാഗുകൾ സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്നുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയയാണ് ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഷോപ്പിംഗ് ബാഗ് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ സൈസിലുള്ള ബാഗാണ്. ഇതിൻ്റെ സൈഡുകളെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതിൻ്റെ 4 വശവും കട്ട് ചെയ്യുക. ഇതിൻ്റെ പല കളറിലുള്ള ബാഗുകൾ നമുക്ക് കിട്ടും. അതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് ഓപ്പൺ ആക്കുക. ഏകദേശം ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് 2 ഫ്ലവറിന് ഉണ്ട്. അതിലൊരു പീസ് എടുത്തു, ഒന്ന് മടക്കിയതിന് ശേഷം ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഒരു റോസ് ഫ്ലവറിൻ്റെ വെറൈറ്റിയിൽ, മോഡലിൽ ഞാൻ ചുരുട്ടി കൊണ്ടുവരണം. ഇതേപോലെ ചുരുട്ടി എടുത്താൽ മതി. പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് കമ്പിയിട്ട് കെട്ടുക. സ്റ്റിക്കിങ് ഊരി എടുക്കുക. അടിപൊളി റോസ് ഫ്ലവർ കിട്ടി. എന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഇതേപോലെ പല ഫ്ലവേഴ്സുകൾ സെറ്റ് ചെയ്തെടുക്കുക.
എന്നിട്ട് കമ്പിയിലോട്ട് ചുറ്റിയെടുക്കുക. ഇതിന് നമുക്ക് ഇടയ്ക്കൊരു ലീഫ് കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിനായിട്ട് ഞാൻ കൊടുത്ത ലീഫ് ഇതേ മോഡലിലുള്ള ലീഫാണ്. അതാണ് ഒരു ഭംഗി. നമുക്കിത് സെയിലിനെടുക്കാം. നല്ലതായിട്ട് ഇത് സെയിലാവും. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് ഈ ഫ്ലവേഴ്സ് കാണുവാനായിട്ട്. ഇത് 2 ഫ്ലവറിന് കൊടുക്കാം. ഈ മേൽവശം ഒരു ഫ്ലവറിനും അതിനടിയിലുള്ള ഭാഗം വേറൊരു ഫ്ലവറിനും അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം അടിയിലായിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഇടുക. ഇത് ക്ലോത്ത് ബാഗ് ആണെന്ന് ആരും പറയത്തേ ഇല്ല. അതേപോലെ മനോഹരമാണ് ഈ ഫ്ലവർ. ഒത്തിരി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് നീട്ടിയെടുക്കാം. സ്റ്റിക്ക് വെച്ചാൽ മതി. ഇതേപോലെ എടുക്കുക. ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക ഫ്ലവർ. ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത ഫ്ലവേഴ്സാണിത്. ഈ ഫ്ലവർ നമുക്കൊരു ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ ഒയാസിസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ ഞാൻ ഒയാസിസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മിഡിലായിട്ട് വൈറ്റ് കളറും അതിൻ്റെ റൗണ്ടിലായിട്ട് പിങ്ക് കളറും നമുക്ക് ചെയ്തെടുക്കാം. ഇത് തണ്ടിന് നീളം കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ സ്റ്റിക്ക് ഞാൻ ഇതുതന്നെ ആഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ ടേപ്പ് ഇട്ടുക. കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇത് മിഡിലായിട്ട് ഇട്ടു. ഷേപ്പ് ചെയ്യുന്നത് പിന്നീട് ഷേപ്പ് ചെയ്യാം. അതിന് ശേഷം വൈറ്റ് കളർ തന്നെ ഞാനതിൻ്റെ കൂടുതലാണ്. ഇതേപോലെ ഈ കളറിൽ തന്നെ നമുക്ക് വലിയ ഒരെണ്ണം സെറ്റ് ചെയ്തെടുക്കാം. വലുതായിട്ട് കുറേ കൂടെ ഫ്ലവർ സെറ്റ് ചെയ്താൽ മതി. നമുക്കിത് നല്ലതായിട്ടും സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പിങ്ക് കളറ് ഞാൻ സൈഡിലായിട്ട് സെറ്റ് ചെയ്തു. ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്തതിന് ശേഷം അത് ഷേപ്പ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെ നമുക്ക് കിട്ടുന്ന പല കളേഴ്സിലുള്ള ക്ലോത്ത് ബാഗുകളെ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് സെയിലിനും വെക്കാവുന്നതാണ്. ഇത് നല്ല പൂവാണ്, നല്ല ഫ്ലവറാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.